വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. കൊപ്പം പഞ്ചായത്തിൽ ശുചീകരണ ഹർത്താലോടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സല പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല രോഗ പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. രാവിലെ ശുചിത്വ ഹർത്താൽ ആചരിച്ചുകൊണ്ടായിരുന്നു ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും മറ്റും രാവിലെ 8 മണി മുതൽ 9 മണി വരെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചുകൊണ്ടായിരുന്നു പ്രവർത്തികൾ ആരംഭിച്ചത്. കൊപ്പം ടൗണിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സല മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. പലതരത്തിലുള്ള ഹർത്താലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ശുചിത്വ ഹർത്താൽ ഇങ്ങനൊരു പരിപാടി തുടക്കം കുറിക്കുകയാണ്. കാരണം നമ്മൾ ശുചിത്വം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ മുൻ കേന്ദ്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം മുമ്പൊക്കെ നമ്മൾ ഈ ടൗണിൽ നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ആയാലും മറ്റു മാലിന്യങ്ങളായാലും കണ്ടമാനം കടന്നിരുന്നു. നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൊണ്ട് നമുക്കത് കുറച്ചൊക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഹരിതകർമ്മസേനക്കാരും നമ്മുടെ ഒപ്പമുണ്ട്. പലരും കൂടിയ പഞ്ഞി നൂല് എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ പരിസരം വൃത്തിയാക്കി. ഇന്ന് നമ്മൾ ടൗൺ വൃത്തിയാക്കുന്നു. നാളെ മുതൽ നമ്മുടെ എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായാലും മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാവില്ല അധികം. അഥവാ ഉണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കി നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് അജയ് ഘോഷ്, മറ്റു സ്ഥിരസമിതി അധ്യക്ഷന്മാർ, മറ്റു സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടികളിൽ പങ്കെടുത്തു. തുടർന്ന് ജനകീയമായുള്ള ശുചീകരണ പ്രവൃത്തികളും ആരംഭിച്ചു. വാർഡുകൾ കേന്ദ്രീകരിച്ചും വരും ദിവസങ്ങളിൽ ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കും.